ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതാ എൻ്റെ കയ്യിലൊരു സാധനം ഇരിക്കുന്നുണ്ടല്ലേ, ഇതൊരു പൂവാണേ. ഇതാണ് ചേനപ്പൂ. ഓക്കെ, അപ്പോൾ ഇതാ ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുകൊണ്ടൊരു റെസിപ്പി ഉണ്ടാക്കാമെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൻ്റെ തോരൻ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ഞാൻ കേട്ടിട്ടുമില്ല അങ്ങനെ. ബാക്കി എല്ലാ ഭാഗങ്ങളും കഴിച്ചിട്ടുണ്ട് ചേനയുടെ. അപ്പോൾ ഇത് എന്താണെന്ന്, ഇതിൻ്റെ ബാക്കി സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അമ്മയുടെ അടുത്ത് ചോദിച്ചു നോക്കാം. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇത് പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു സ്മെല്ലാണ്. അപ്പോൾ അതിനു മുന്നേ ഇത് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മ രാവിലെ തന്നെ നമ്മൾ എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അമ്മയുടെ അടുത്ത് ചോദിച്ചു നോക്കാം. ഇതാ കണ്ട, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓക്കെ, ഇത് ഒരു പൂവാണ്. ഈ പൂവ് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നത് തന്നെ ചേനയുടെ പൂവാണ്, ചേനപ്പൂവ്. ചേനപ്പൂവ് നമ്മളെടുത്ത് തോരൻ വയ്ക്കാൻ ഉപയോഗിക്കുന്നു. ഇത് വിടരുന്നതിന് മുമ്പ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് ഇതിൽ ഒന്നുമില്ല കളയാൻ, എല്ലാ ഭാഗങ്ങളും ഗുണമുള്ളതാണ്. ചേന ഔഷധ ഗുണമുള്ളതാണെന്ന് പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. ചേന ഒരു ദോഷവും ചെയ്യാത്ത ഔഷധ ഗുണമുള്ള ഒരു സസ്യം. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ആഹാരമായി ഉപയോഗിക്കാം. ചേനത്തണ്ട്, ചേനയില, പിന്നെ ഇതുപോലുള്ള പൂവ്. ഈ പൂവ് മിക്കവാറും ആരും കണ്ടു കാണത്തില്ല, ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല. പക്ഷെ ഇത് വിടരുന്നതിന് മുമ്പ് നമ്മൾ എടുക്കണം. എടുത്ത് കട്ട് ചെയ്ത് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് പ്രയോജനമുള്ളതാണ്. ഈ ഭാഗങ്ങളെല്ലാം ചെറുതായി തോരനരിയും പോലെ അരിഞ്ഞ് ഈ ഭാഗവും എല്ലാം ഒന്നുമില്ല കളയായി. എന്നിട്ട് ചെറിയ ഉള്ളിയൂടെ ചേർത്ത് നമ്മൾ തോരൻ വെച്ച് നോക്കിയാൽ നല്ല സ്വാദുള്ള ഒരു ആഹാരം, നല്ല സ്വാദുള്ള ഒരു തോരൻ. ചേനപ്പൂവ് കണ്ടല്ലോ എല്ലാവരും, നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇവിടെ ഇങ്ങനെ വിടർന്ന് വന്നു പോയാൽ ഇയാൾക്കൊരു ഗ്യാസുണ്ട്, പിന്നെ അത് ശരിയാകത്തില്ല. അതിനു മുൻപ് നമ്മൾ ഇതിനെ എടുക്കും. ഇതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ അമ്മ. പക്ഷേ ഇതിനെ ഭയങ്കര സ്മെല്ലാണല്ലോ, എല്ലാവരും പറയുകയും ചെയ്തിട്ടുണ്ട്, ഞാനും അത് മണത്തറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനെന്താ ഇല്ലാത്ത? ചേനപ്പൂവ് വിലസുമ്പോഴാണ് ഇയാൾക്ക് സ്മെല്ലുണ്ടാവുന്നത്. ഭയങ്കര സ്മെല്ല. പക്ഷെ വിലസുന്നതിന് മുമ്പ് നമ്മൾ മുറിച്ചെടുക്കണം. ഒരു സ്മെല്ലും ഇല്ല, ഒരു സ്മെല്ല്, ഒരു വൃത്തികെട്ട സ്മെല്ലും ഇല്ല അതിൻ്റെതായിട്ടുള്ള. അത് ഇത് വിലസി കഴിഞ്ഞാൽ പിന്നെ അയൽവക്കത്തുള്ളവർക്ക് നിൽക്കാൻ ഒക്കത്തില്ല, അപ്പോഴേ അറിയാം. പക്ഷെ ഇത് ഒരു സ്മെല്ലും ഇല്ല, കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ, എന്തൊരു ഭംഗിയാണ്. അപ്പൊ നമുക്ക് ഇനി മെയിൻ കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്കിത് അരിയാം. ഓക്കെ, അപ്പൊ ഇത് നോക്കിക്കോ, പൂവിലേക്ക് നോക്കിക്കോ. കുഞ്ഞുങ്ങളെ, നമ്മളിപ്പോൾ മുറിക്കുന്നത് എലിഫൻ്റ് യാമാണ്. ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നല്ല സൂപ്പറായിട്ടുള്ളൊരു പൂവാണ്. നമുക്ക് കണ്ടില്ലേ? ഇതാ, ഞാനൊരു ബോട്ടണി കുട്ടിയായതുകൊണ്ട് ഇതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇതാണ് എന്ത് കേസരപുടം എന്ന് പറയുന്നത്. അതിൽ ഈ മഞ്ഞ കളറിൽ പറ്റുന്നതാണ് പൂമ്പൊടി അല്ലെങ്കിൽ പരാഗരേണുക്കൾ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇതാണ് ജനിപുടം. ഓക്കെ, ഓക്കെ, നമുക്കിങ്ങനെ കീറിയെടുക്കാം. അതെ, ഇത് ശരിക്കും ഒരു ഒറ്റ ഇലയാണ് കേട്ടോ. ഈ ഇലയാണ് ഈ പൂ പോലെ ആയിരിക്കുന്നത്, ഒരൊറ്റ ഇലയാണ്. പൂവിൻ്റെ ഇതള് പോലെ ആയിരിക്കുന്നത് ഇലയാണ്. ഇതാണ് ശരിക്കും പൂവ്. അപ്പോൾ ഇതാ നോക്കിക്കോ,
ആ അടിപൊളി. എങ്ങനെ പൊളിച്ച് ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളവിടെ സ്മെല്ല് ആയതുകൊണ്ട് ഇത് എടുക്കാറില്ല. ഇപ്പൊ സ്മെല്ലൊന്നും ആയിട്ടില്ല. ഒരു വിടരുമ്പോഴേ ഈ ഭാഗം വിടരുമ്പോഴാണ് സ്മെല്ല് വരുന്നത്. ഈ സ്മെല്ല് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാഗണം നടത്താൻ വേണ്ടിയിട്ടാണ്. ഈച്ചയൊക്കെയാണ് ഇതിൽ പരാഗണം നടത്തുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത് ആ ഒരു സ്മെല്ല് വരുന്നത്. ആ സ്മെല്ലായി അതങ്ങ് പോവും. എത്ര ഭംഗിയായിട്ടുണ്ടല്ലേ നമുക്ക്, കണ്ടില്ലേ? ഇതിൻ്റെ ഒന്നും കളയാനില്ല, എല്ലാം എടുക്കണം. നമുക്കിത് അരിയാം. അമ്മയും മോളും അരിയൽ തുടങ്ങിയിരിക്കുകയാണ്. രണ്ട് രീതിയിൽ അരിയുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഇതാ ജനിപുടം എടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡി ആയിട്ടുണ്ട്. അതാണ്ട് പൂവ് അരിഞ്ഞെടുത്തു നമ്മൾ. പിന്നെ ഇതാ കൊച്ചുള്ളി ഒരു 10-12 ചെറിയ ഉള്ളിയാണ്. പിന്നെ സവാള 1, പച്ചമുളക് ഒരു 2 എണ്ണം, പിന്നെ തേങ്ങ ചിരകിയത്, പിന്നെ ഇതാ പയറ് പുഴുങ്ങിയതും കൂടെ നമ്മൾ ഇതിനകത്ത് ഇടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാം. ഇവിടെ ഉണ്ട് ക്യാമറ മാനുവൻ. നമ്മളെ ഒന്ന് സ്പെഷ്യൽ ചേനാപ്പൂ തോരനാണ്. എൻ്റെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. സഹായി രാജേഷ് വെട്ടിക്കവല, പിന്നെ അമ്മ ഇവിടെ ഇരിപ്പുണ്ട്. അമ്മ പറഞ്ഞു തന്ന രീതിയിൽ നമ്മൾ വെക്കാൻ പോവുകയാണ്. അപ്പം അങ്ങോട്ട് പോകാം. ഉള്ളി ചതച്ച് വെച്ചിരിക്കുകയാണ്. ചുവന്നുള്ളിയും ഉണക്കമുളക് 2 എണ്ണം കൂടെ ചതച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ കേൾക്കാം. നമ്മൾ അരിഞ്ഞു വെച്ച പൂവ് റെഡിയായ ഇങ്ങോട്ട് ഇടുകയാണ്. ഉപ്പ് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി. ഒരുവിധം വേവായിട്ടുണ്ട്. നമ്മളെ പയർ വേവിച്ചതും കൂടി ഒരു വെറൈറ്റി രുചിക്ക് വേണ്ടി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നാണ് അമ്മ പറയുന്നത്. എന്തായാലും വാഴത്തടയായാലും മറ്റേ എന്താണ് ചേനത്തണ്ടായാലും അതിൻ്റെയൊക്കെ കൂടെ നമ്മൾ പയറിടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ പരിപ്പിടാം, പയറിന് പകരം പരിപ്പും ഇടാം. മറ്റേ പരിപ്പുണ്ടല്ലോ അതും ഇടാം. അതുപോലെ ഈ തേങ്ങ ആവശ്യത്തിന് തേങ്ങയും കൂടി ഇട്ടതാ. കറിവേപ്പില ഇടണം. കറിവേപ്പില നമുക്ക് തട്ടിപ്പൊത്തി വെക്കണം. എന്താണ് ഇങ്ങനെ വയ്ക്കുന്നത്? പിടിക്കാനായിട്ട്. അപ്പം അത് എല്ലാം ഇതിനകത്തോട്ട് പിടിക്കുകയും ചെയ്യും. അതിരുന്ന് അങ്ങ് വേവുകയും ചെയ്യും. തേങ്ങ അതിൻ്റെ കൂടെ അങ്ങ് വേവും. കുറച്ച് നേരം വെച്ചാൽ മതി. തുറന്ന് ഇളക്കി കൊടുക്കാം. ഒരു പ്രത്യേക മണം അല്ലേ? അതെ. എന്താണെന്ന് അറിയുന്നില്ല. ആദ്യത്തെ ഒരു പരിപാടിയാണോ? അതുകൊണ്ട് ആദ്യത്തെ എക്സ്പീരിയൻസ്. നല്ല രസമുള്ള മണം അല്ലേ രാജേഷേ? അപ്പൊ ഇത് എല്ലാവർക്കും ഒന്നും പരിചയമില്ല അല്ലേ? ഉണ്ണിയേട്ടൻ കഴിച്ചിട്ടുണ്ടോ മുന്നേ? പണ്ട് ഇവിടെ കഴിച്ചിട്ടുണ്ട്, ഇടയ്ക്ക് മുറിക്കൊക്കെ ഉണ്ടാക്കും. എന്നാലും വലിയ ഇങ്ങനെ എന്താണ് ഇതിൻ്റെ അകത്തുള്ളതെന്നൊന്നും നമ്മൾ വ്യക്തമായിട്ട് അറിയുന്നില്ല. ഇത് നമ്മുടെ കലപുരത്തും ഒരുപാട് നിന്നതാണ്. അതവിടെ താഴെ പോകുന്നത്.
അത് ആ സ്മെല്ല് കാരണം നമ്മള് ഇതാവും, നമുക്ക് അറിഞ്ഞൂടാ. പൂക്കുന്നതിന് മുമ്പ് ഇത് സെറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഔഷധ ഗുണമാണ്. അതെ, എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ഇത് സ്പെഷ്യൽ തോരൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കിടക്കാച്ചി മണം വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് എങ്ങനെയുണ്ട്? അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം അമ്മയ്ക്ക് തന്നെ എങ്ങനെയുണ്ടോ നോക്കണം. ഗുഡ്. എനിക്കും കുറച്ച് നോക്കാലോ. ചൂടുണ്ട് കൈ. വെള്ളത്തില്ലേ ചൂടോടെ തന്നെ കഴിക്കണം. അതെ, ശരിയാ. ആറിയാ ശരിയാവില്ല കേട്ടോ. ഡൈനിങ് ടേബിളിൽ കാണാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ചേനപ്പൂ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. അതാ എല്ലാരും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. ഇവര് കഴിച്ചു തുടങ്ങിയതാ. രാജേഷ് അണ്ണൻ അടിപൊളി. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയുമാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.